മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതം സന്തോഷകരമാക്കാൻ ഒരാൾ വേണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. ആരെയും പ്രതീക്ഷിക്കാതെ സ്വയം ജീവിക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം, കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന കാര്യമാണ്. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നിങ്ങളെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. പക്ഷേ നിങ്ങളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തവരുടെ പിന്നാലെ പോകരുത്. അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം കളയാതിരിക്കുക. നിങ്ങളുടെ വില തിരിച്ചറിയുന്ന ഒരു സമയം അവർക്കുണ്ടാകും. ഭക്തരെ, ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നിങ്ങളോട് ഇണങ്ങാൻ വരുന്നവർ നിങ്ങളോട് തോറ്റു വരുന്നവരല്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ്. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നിങ്ങൾ വെറുക്കുന്നു. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നു. ഭക്തരെ, ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാകും. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. എന്താകുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്ന് വരില്ല. പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. തിരിഞ്ഞു നോക്കുക, നന്ദിയുള്ളവരാകുക. മുന്നോട്ട് നോക്കുക, പ്രതീക്ഷയുള്ളവരായിരിക്കുക. ചുറ്റും നോക്കുക, സഹായിക്കുക. ഭക്തരെ, പുറമേയുള്ള പ്രകടനത്തിലും പൊള്ളയായ വാക്കിലും മയങ്ങരുത്. അകം തിരിച്ചറിയുന്നിടത്താണ് വിജയം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയും നിങ്ങൾക്കുള്ള പാഠങ്ങളാണ്. ഒന്നുകിൽ എങ്ങനെയാകണം എന്നും അല്ലെങ്കിൽ എങ്ങനെ ആകരുത് എന്നുമുള്ള പാഠങ്ങൾ. കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഭക്തരെ, കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു പല മനുഷ്യരുടെയും ജീവിതം. കടന്നു പോകുന്ന വഴികളെല്ലാം ഓർത്തു വയ്ക്കുക. ചിലത് വീണ്ടും നടക്കാനുള്ളതാണ്, ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.